ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ട്രിപ്പ് മോഡ് പോലെയാണ്. നമ്മളിന്നൊന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ്. കറക്കമെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ കുറച്ച് കഫേസിൽ പോയി കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യണം. പിന്നെ സ്പെഷ്യലായിട്ടൊരു സംഭവം എൻ്റെ കസിൻസിന് ഞാൻ മേടിച്ചു കൊടുക്കാനാണ് പോകണമെന്ന്. അതൊരു സ്പെഷ്യൽ സംഭവം ഞാൻ ഇതിനു മുമ്പ് പോയി കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് അവർക്ക് മേടിച്ചു കൊടുക്കണം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ എൻ്റെ വ്ളോഗോടെ തുടങ്ങട്ടെ ഗൈസ്. നോക്കി എൻ്റെ വ്ളോഗിലോട്ടോ. കണ്ടുകൂടല്ലേ, പക്ഷെ കുറച്ച് വെളുത്തിരി. അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്തത് അടുത്തതായിട്ട് നമ്മൾ മാമൻ്റെ ഓഫീസിലോട്ടാണ് പോകാൻ പോണത്. മാമൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് നമ്മളെ അനിയത്തി പാറുവിനെ പിക്ക് ചെയ്യാനുണ്ട്. പാറുവിനെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ പോണ വഴി പാറ്റൂർ ഭയങ്കര ബ്ലോക്കായിരുന്നു. അത് തന്നെ നമ്മൾ പാറുവിനെയൊക്കെ പിക്ക് ചെയ്തുകൊണ്ട് സംസാം ബൺ കഫേയിൽ എത്തിയിട്ടുണ്ട്. സംസാം ബൺ കഫേയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു. അന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു, അതുകൊണ്ട് അധികം ആൾക്കാരില്ല. പിന്നെ സംസാം ബൺ കഫേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, അവിടെ മൊത്തവും പേസ്ട്രീസും അതേപോലെ തന്നെ കേക്ക് ബണ്ണൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. ആ ടൈം കൊണ്ട് ചേച്ചിയാണെങ്കിൽ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയി. നെക്സ്റ്റ് അപ്പം നമ്മുടെ ഷേക്കും മൊജിറ്റോയും വന്നു. ഞങ്ങൾ മൂന്നേരും ഷേക്കും ചേച്ചി മൊജിറ്റോയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങൾ 3 ബർഗേഴ്സും ഒരു പെരി പെരി ഫ്രൈസും ഒക്കെ ഓർഡർ ചെയ്തിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ചിക്കൻ ബർഗറാണ് ട്രൈ ചെയ്ത് നോക്കണത്. ചിക്കൻ ബർഗർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്പൈസി അല്ലെന്നേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അനിയത്തിമാർ രണ്ടുപേരും, ഒരാൾ ബീഫ് ബർഗറും ഒരാൾ ക്രിസ്പി ചിക്കൻ ബർഗറാണ് ട്രൈ ചെയ്തത്. അതും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ചേച്ചി ബർഗർ കഴിക്കാത്തതുകൊണ്ട് ചേച്ചി പിസ്സയാണ് ഓർഡർ ചെയ്തത്. ചേച്ചി അത് കഴിച്ചു. അത് നമ്മളിതൊക്കെ കഴിച്ചു. നമ്മുടെ വയറത്രയും ബ്ലുംബ്ലുമായി മൊത്തം നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ടൈമിൽ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ലുലു മോളിലോട്ടാണ് വന്നത്. ലുലു മോളിൽ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി. നമ്മൾ പാർക്കൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അകത്തോട്ട് കയറി. സത്യം പറഞ്ഞാൽ നമ്മുടെ വയറൊക്കെ നല്ല വീർത്തിരിക്കുന്നുണ്ട്. ലുലു മോളിൽ കുറച്ച് നടക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ കയറിയത്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. ഫസ്റ്റ് നമ്മുടെ സ്ഥിരം കടയായ മിനിസോയിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ ലുലു മോളിൽ വരുമ്പോൾ എപ്പോഴും പോണ കടയാണ് മിനിസോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മിനിസോയിൽ പോയി. അനിയത്തിമാർ രണ്ടുപേരും അവിടുത്തെ ക്യൂട്ട് സാധനങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ആ ടൈമിലാണ് എൻ്റെ കണ്ണിൽ അസംഭവം ഉടക്കിയത് ഗൈസ്. അവിടെ ഒരു നല്ലൊരു ക്യൂട്ട് കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറയണേ ഈ കപ്പൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞ് നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഫാഷൻ സ്റ്റോറിൽ പോയി അവിടെ ഷട്ടിൽ കണ്ടപ്പോൾ ഒന്ന് ഷട്ടിൽ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഷട്ടിലിലെ പൈസ ചോദിച്ചപ്പോൾ അവിടെ ഭയങ്കര വിലയാണ് ഗൈസ്. അവിടെ നമ്മൾ പിന്നെ അതങ്ങ് വിട്ടു, മേടിക്കേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ചേച്ചിക്ക് ഒരു ഷൂ വേണമെന്ന് പറഞ്ഞു. ശരിക്കും നമ്മൾ ഷൂവും കൂടെ മേടിക്കാനാണ് ലുലു വന്നത്. അപ്പോൾ ചേച്ചി 2-3 ഷൂ ട്രൈ ചെയ്തു, പക്ഷെ അതൊന്നും ഇഷ്ടമായില്ല. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ഒരു ഷൂ എടുത്തു. അത് ചേച്ചിക്ക് ഇഷ്ടമായി. അപ്പോൾ ചേച്ചി അതൊക്കെ ഇട്ട് ട്രയലൊക്കെ നോക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷൂ മേടിച്ച് തിരിച്ച് നമ്മൾ ഇറങ്ങുവാണ്. ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ സംഭവം കഴിക്കാനാണ്. ഇവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സാധനം മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ ആ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പോയി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ സംഭവം മേടിച്ചെടുക്കാനാണ് പോകണത്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിംഗ് ഫീ കൊടുക്കാൻ വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ബാക്കിൽ ഇഷ്ടമുള്ള വണ്ടികൾ ഇങ്ങനെ ഒന്ന് നിൽക്കണൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ നോക്കി അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഫീ കൊടുക്കേണ്ട ടൈമായി. അങ്ങനെ നമ്മളവിടെ നിന്ന് പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്തു. അതിന് നമ്മൾ നമ്മുടെ ടർഫിൽ വന്നേക്കാണ്. ടർഫ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടുത്തെ സ്പെഷ്യൽ ഒരു സംഭവം കഴിക്കാനാണ് ഞാൻ ഇവരെയും കൊണ്ട് വന്നത്. എനിക്ക് അവിടുത്തെ ചീസ് കേക്ക്, പ്രത്യേകിച്ച് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കിൻ്റെ വലിയ ഫാനാണ് ഞാൻ. ടർഫിൽ ഞാൻ വേറെ എവിടെ നിന്ന് കഴിച്ചാലും എനിക്കതൊന്നും ഇതാവില്ല, പക്ഷേ ടർഫിലെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കഴിക്കാനാണ് വന്ന ടർഫിൽ. അങ്ങനെ ഞാൻ അനിയത്തിമാരെ കൊണ്ട് ഭയങ്കര ഹാപ്പിയിൽ കണ്ടില്ലേ, അവരുടെ ഫേസ് കണ്ടില്ല, അവർ ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ അവരുടെ എക്സൈറ്റ്മെൻറ്റ് അവർക്കുണ്ട്. അങ്ങനെ കുഞ്ഞു പറയുന്നത് നമ്മളിങ്ങനെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കാണ് കഴിക്കാൻ പോണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് അങ്ങ് നിൽക്കുവാണ്. അപ്പോൾ നമ്മുടെ സംഭവം വന്നിട്ടുണ്ട്. ഞങ്ങൾ 2 സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരാൾക്ക് എന്ന് വെച്ചാൽ 2 പേർക്ക് ഇത് സുഖമായിട്ട് ഒരെണ്ണം കഴിക്കാം. മത്ത് പിടിക്കും അത്രയ്ക്ക്.
അത്രയ്ക്ക് ഷുഗറൊക്കെ ഉള്ളതാണ് ഇതിൽ. അപ്പോൾ പാറു അത് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട്, കുഞ്ഞുവിനും അത് ഇഷ്ടപ്പെട്ടു, 2 പേർക്കും അത് ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് ഇഷ്ടമായി. അപ്പോൾ ചേച്ചി ഓർഡർ ചെയ്തത് തിറാമിസു എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാനത് ഇതുവരെ കഴിച്ചിട്ടില്ല. ചേച്ചി ഇതിനു മുമ്പ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ അടിപൊളിയായിരുന്നു. അവർ സൂപ്പർ പ്രസൻറ്റേഷനൊക്കെയാണ് നടത്തിയത്. അപ്പോൾ ചേച്ചി അത് കഴിച്ചു നോക്കുകയാണ്. ചേച്ചി പറഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ ഫേവറേറ്റ് ഐറ്റമാണിത്. അപ്പോൾ ഞങ്ങളും ട്രൈ ചെയ്തു, അതും കൊള്ളാം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് വീണ്ടും തിരിച്ച് വീട്ടിലോട്ട് ഇറങ്ങി. തിരിച്ച് നമുക്ക് പാറുവിനെ മാമൻ്റെ അവിടെ ആക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ മാമൻ്റെ അവിടെ പാറുവിനെ ആക്കി ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.